Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നമ്പർ 1.1 കുറച്ച് പ്രോബ്ലംസ്. അതിലെ കോമൺ ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ ദി ഫോളോയിങ് റിലേഷൻസ് ആർ ഇക്വലൻസ് റിലേഷൻസ് ഓർ നോട്ട്. നമുക്കറിയാം, ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ, ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഇനി എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എ എന്ന് പറഞ്ഞൊരു സെറ്റിൽ നിന്നാണ് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എയിലെ ഓരോ എകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തേത് സിമെട്രിക് ആകണമെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടായിരിക്കണം. ഇനി ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ബി സി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ സി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ സെക്ഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മളിവിടെ തന്നിരിക്കുന്ന സെറ്റ് എ ഈക്വൽ ടു 1, 2, 3, 4 എക്സെട്ര അപ് ടു 14. റിലേഷൻ ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. അതിന്റെ ഡെഫിനിഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x - 5 is equal to 0. അപ്പൊ ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ വരണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട റിലേഷൻ, അല്ലെങ്കിൽ എക്സും വൈ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? 3x - y is equal to 0. നമുക്കറിയാം, ഒരു സംഖ്യയിൽ നിന്ന് ആ സംഖ്യ തന്നെ കുറച്ചുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? 0 കിട്ടുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 3x ആയിരിക്കണം. അല്ലെ, അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഇത് 3x - y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ 3xനെ ഇവിടെ നിർത്തി ഇവിടുത്തെ നെഗറ്റീവ് ടേം y ആയതുകൊണ്ട് ഇതിനെ മാറ്റാൻ എളുപ്പം. അപ്പൊ അതിനപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് പോസിറ്റീവ് ആവും. അപ്പൊ 3x is equal to y എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ എക്സും വൈയും തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട റിലേഷൻ എന്താണ്? y ഈക്വൽ ടു 3x ആയിരിക്കണം. അതായത് എക്സ് ആയിട്ട് നമ്മൾ എന്താണോ എടുക്കുന്നത് അതിന്റെ 3 ഇരട്ടി ആയിരിക്കണം y. അപ്പൊ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേഡ് പെയർസിനെ മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ടത്, നമ്മുടെ റിലേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് റിലേഷൻ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എക്സിന്റെ സ്ഥാനത്ത് ഏതൊക്കെ ചോയ്സസ് ആണുള്ളത്? 1 മുതൽ 14 വരെയുള്ള ചോയ്സസ് ഉണ്ട്. അതുപോലെ തന്നെ വൈയുടെ സ്ഥാനത്തും ഏത് ചോയ്സസ് ഒക്കെ ഉള്ളൂ? 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോയ്സ് എക്സ് ഈക്വൽ ടു 1 എടുത്തു. എക്സ് 1 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചോയ്സിൽ എന്ത് വരണം? എക്സിനേക്കാൾ 3 ഇരട്ടി ഉള്ള സംഖ്യ ഏതാണ്? 3 × 1 3. അപ്പൊ 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ വന്നു. ഇനി എക്സ് ആയിട്ട് നമ്മൾ 2 എടുത്താൽ 3 × 2 6 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ വന്നു. പിന്നെ 3 എടുത്താല് 3 × 3 9 വന്നു. 4 എടുത്താൽ 4 × 3 12 വന്നു. പിന്നെയുള്ളത് നമുക്ക് വേണമെങ്കിൽ 5 ഫസ്റ്റ് ചോയ്സിൽ എടുത്താൽ സെക്കൻഡ് ചോയ്സിൽ എന്ത് വരണം? 5 × 3 15 വരണം. പക്ഷെ 15 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? അവിടെ ഈ എ എന്ന് പറയുന്ന സെറ്റിലില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഓർഡേഡ് പെയറിനെ നമ്മുടെ റിലേഷനിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതിനെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ഇനി അപ്പുറത്തോട്ടുള്ള ഒരു എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ വാല്യൂവിനെ ഈ സെറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് എന്തോരം ഓർഡേഡ് പെയർസ് ഇതിനകത്തുള്ളൂ? ഇതിനകത്ത് നമുക്ക് ഇത്രയും ഓർഡേഡ് പെയർസ് ആണുള്ളൂ. അപ്പൊ നമ്മുടെ റിലേഷന്റെ കറസ്പോണ്ടിങ് റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആണോ നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എയിലുള്ള ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡബിൾസ് എക്സിസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1, 2 2, 3 3, അങ്ങനെ 14 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ വരെ ഇതിനകത്ത് ഉണ്ടാകണം. നോക്കിക്കേ, ഇതിനകത്ത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1, ഈ പറയുന്ന ഒരു ഡബിൾസും ഇതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എ നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ എനി എ ബിലോങ്സ് ടു എയിലെ ഒരേക്കും കറസ്പോണ്ടിങ് ആയിട്ട് എ നമ്മുടെ റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore, R is not reflexive. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് സിമെട്രിക് ആണോ. സിമെട്രിക് ആണോ നോക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ട് എങ്കിൽ ബി എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിലുണ്ട്. 1 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? 3 1 എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ഇതിനകത്തുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഒരെണ്ണത്തിന് തെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി.
അപ്പൊ ഈ ഒരു കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ അത് എല്ലാത്തിനും ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു ആർബിട്രറി എലമെന്റ്, അതായത് 1 3 എന്ന് പറയുന്ന എലമെന്റ് ആറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 1 എന്ന് പറയുന്ന എലമെന്റ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 3 belongs to R, but 3 1 not belongs to R. Therefore, R is not symmetric. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് എന്താണ് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ? എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ബി സി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും ഉണ്ടെങ്കിൽ എ സി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 1 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമുക്ക് ഇവിടെ ഉണ്ട്. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. 1 3 ഉം 3 9 ഉം ആറിലുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇത് ട്രാൻസിറ്റീവ് ആണ് എങ്കിൽ 1 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഉണ്ടോ? 1 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. നമുക്ക് ഇങ്ങനെ എഴുതാം. 1 3 belongs to R and 3 9 belongs to R, but 1 9 not belongs to R. Therefore, R is not transitive. Not transitive. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ അല്ല. അപ്പം ഈ പറഞ്ഞ റിലേഷൻ ഇക്വലൻസ് റിലേഷനേ അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്ന് എന്നിലേക്ക്, അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. എക്സ് 4നേക്കാൾ ചെറുത് വരെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. എക്സ് 4നേക്കാൾ ചെറുതായിരിക്കണം. അതുപോലെ തന്നെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ y എന്ന് പറയുന്നത് എക്സിനേക്കാൾ 5 കൂടുതലാണ്. y ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇതിന്റെ റൂസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സെറ്റ് ഓഫ് ഓൾ, ഇപ്പം എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് നാച്ചുറൽ നമ്പർ നമുക്കറിയാൻ തുടങ്ങുന്ന ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ y ആയിട്ട് എഴുതണം 1 പ്ലസ് 5 6. ഇനി എടുക്കാവുന്നത് 2, എക്സ് ആയിട്ട് 2 എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 5 7. വീണ്ടും എക്സ് ആയിട്ട് എടുക്കാവുന്നത് 3 എടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് 5 8. എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി എക്സിന്, അതായത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഇനി ഒരു ചോയ്സ് നോക്കില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഈ റിലേഷനിൽ ആകെ ഇത്രയും ഓർഡേഡ് പേഴ്സ് ഉള്ളൂ. ഇനി നോക്കിക്കേ, ഇത് റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണെങ്കിൽ ഓരോ നാച്ചുറൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ലറ്റ്സ് ഉണ്ടായിരിക്കണം. 1 1 2 2 3 3 അങ്ങനെ എല്ലാ ഡബ്ലറ്റ്സും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ പക്ഷേ ഒരു ഡബ്ലറ്റ് പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തൊട്ട് മുമ്പത്തെ പ്രോബ്ലം പോലെ തന്നെ ദിസ് ഈസ് ഓൾസോ നോട്ട് എ റിഫ്ലക്സീവ് റിലേഷൻ. അതായത് എ നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ എനി എ ബിലോങ്സ് ടു എൻ. Therefore, R is not reflexive. ഇനി നോക്കേണ്ടത് സിമെട്രിക് ആണോ? സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടാവണം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ എലിമെന്റ് തന്നെ നോക്കിയാൽ മതി. 1 6 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം? 6 1 വേണം. പക്ഷെ 6 1 നമുക്ക് ഇവിടെ ഇല്ല. 1 6 belongs to R, but 6 1 not belongs to R. Therefore, this is not symmetric. Not symmetric. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ആറിലെ മെമ്പർ ആണെന്ന് കാണിക്കണം, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ എ ബി ഇല്ല, എ ബി ഉണ്ട്. പക്ഷെ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന വേറെ ഒരു ഓർഡേഡ് പേരും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ട്രാൻസിറ്റീവ്. നമുക്ക് ട്രിവിയലി ട്രൂ ആണെന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ദിസ് ഈസ് ട്രാൻസിറ്റീവ്.
R is transitive. ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് ട്രിവിയലി ട്രൂ ആണെന്ന് പറയാം. കാരണം ഇതാണ്, നമുക്ക് ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ് കേട്ടോ. എ ബിയും ബി സിയും ആറിലെ അംഗമാണെങ്കിൽ എ സി ആറിലെ അംഗമാണ് എന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നില്ല. അതായത് 1 6 ഉണ്ട്, പക്ഷേ 6 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന ഒഡേഡ് പെയർ നമുക്ക് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ 2 7 ഉണ്ട്, പക്ഷെ 7 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഒഡേഡ് പെയർ ഇല്ല. അതുപോലെ തന്നെ 3 8 ഉണ്ട്, 8 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന ഒരു ഒഡേഡ് പെയർ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ കണ്ടീഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ട്രിവിയലി ട്രൂ. ഇത് ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് ട്രിവിയലി ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവും അല്ല സിമെട്രിക്കും അല്ല, പക്ഷെ ഇത് ട്രാൻസിറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലം. എ എന്ന് പറയുന്ന സെറ്റ് വിധം സെറ്റ് ഓഫ് human beings in a town at a particular time. And relation are defined from A to A by R equal to set of all xy such that x is exactly 7 centimeter taller than y. അപ്പൊ ഇതാണ് നമ്മളിവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. അപ്പൊ ഇത് റൂസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലുള്ള റിലേഷൻ അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്താണ്? ഒരു ടൗണിലെ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആളുകൾ, അതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന റിലേഷൻ ഇതാണ്. എയിൽ നിന്ന് എയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന റിലേഷൻ ഇതാണ്. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡർ പേരിനകത്ത് വരണമെങ്കിൽ എക്സിന്റെ ഹൈറ്റ് വൈയുടെ ഹൈറ്റിനേക്കാൾ എക്സാക്ട്ലി കറക്റ്റ് 7 സെന്റിമീറ്റർ കൂടുതലായിരിക്കണം. എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ. വൈയേക്കാൾ കറക്റ്റ്, എക്സാക്ട്ലി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ അല്ലേ? കറക്റ്റ് കൃത്യമായിട്ട് 7 സെന്റിമീറ്റർ ഹൈറ്റ് കൂടുതലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡർ പേരിനെ നമ്മുടെ റിലേഷനിൽ ഉൾപ്പെടുത്തുള്ളൂ. നമുക്ക് കാണിക്കേണ്ടത് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് കാണിക്കണം. റിഫ്ലക്സീവ് ആണ് എന്ന് കാണിക്കണം. റിഫ്ലക്സീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? റിഫ്ലക്സീവ് ആണോ എന്ന് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരേ പേര് നമുക്ക് ഇതിനകത്തുള്ളത് കാണിക്കണം. ഇത് പോസിബിൾ ആണോ? നമുക്കറിയാം ഒരാളുടെ ഹൈറ്റ് അയാളുടേനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാകാന്ന് പറഞ്ഞ് പോസിബിൾ അല്ല. ഒരാൾക്ക് അയാളോടുള്ള ഹൈറ്റിന് ഡിഫറൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ എനി എക്സ് ബിലോങ്സ് ടു എയിലെ ഒരാൾക്ക് പോലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇനി നോക്കേണ്ടത് സിമെട്രിക് ആണോന്ന്. സിമെട്രിക് ആണോ നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇവിടെ പറയുമ്പം എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വൈ എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് എടുക്കാം ലെറ്റ് എക്സ് വൈ ഒരേ പേര് എക്സ് വൈ ബിലോങ്സ് ടു ആർ. ഒരേ പേര് എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ. ഇതാണ് എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പേര് ഈ റിലേഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇനി എക്സിന്റെ ഹൈറ്റ് വൈയേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ ഈസ് ഷോർട്ടർ ദാൻ എക്സ് എന്ന് പറയാൻ പറ്റും അല്ലെ? വൈ എക്സിനേക്കാൾ ഷോർട്ടർ ആണ് ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് വരില്ല? വൈ എക്സ് എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ വരില്ല. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ
അതിന്റെ അർത്ഥം എക്സിന്റെ ഹൈറ്റ് വൈയേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ്, എക്സാക്ട്ലി 7 സെന്റിമീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പൊക്കം കുറവ്? വൈക്ക് എക്സിനേക്കാൾ പൊക്കം കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു ഓർഡേഡ് പേരിന് വൈ എക്സ് എന്ന് പറഞ്ഞ ഓർഡേഡ് പേരിന് നമ്മുടെ റിലേഷനിൽ വരാൻ പറ്റില്ല. അപ്പം എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വൈ എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഇനി നമ്മളിത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും ആണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ എന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വൈ ബിലോങ്സ് ടു ഇസഡും വൈ ഇസഡ് ബിലോങ്സ് ടു എക്സ് വൈ ബിലോങ്സ് ടു ആറും വൈ ഇസഡ് ബിലോങ്സ് ടു ആറും ആണെന്ന് എടുക്കാം. ഇനി എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹൈറ്റ് ഡിഫറൻസ് ഓഫ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ അല്ലെങ്കിൽ എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ എന്നാണ് അതിന്റെ അർത്ഥം. എക്സിന്റെ ഹൈറ്റ് വൈയേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ്. ഇനി വൈ ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വൈയുടെ ഹൈറ്റ് ഇസഡിനെക്കാട്ടിലും 7 സെന്റിമീറ്റർ കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എക്സും ഇസഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? എക്സും ഇസഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? എക്സ് ഈസ് 7 സെന്റിമീറ്റർ എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ and y is exactly 7 centimeter taller than z. ഇപ്പൊ ഏറ്റവും ഹൈറ്റ് കൂടിയ ആരാ വന്നിരിക്കുന്നത്? ഇപ്പൊ ഇവർക്ക് ഇടയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയായി? എക്സിന് വൈയേക്കാൾ 7 സെന്റിമീറ്റർ ഹൈറ്റ് കൂടുതലുണ്ട്, വൈക്ക് ഇസഡിനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലുണ്ട്. അപ്പം എക്സും ഇസഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയായി? എക്സ് ഈസ് എക്സാക്ട്ലി 14 സെന്റിമീറ്റേഴ്സ് ടോളർ ദാൻ ഇസഡ് എന്ന് വരും. എക്സാക്ട്ലി 14 സെന്റിമീറ്റേഴ്സ് ടോളർ ആണെങ്കിൽ ഇതിനെ നമുക്ക് നമ്മുടെ റിലേഷൻ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് ഇസഡ് നോട്ട് ബിലോങ്സ് ടു ആർ. എക്സ് ഇസഡ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പൊ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് പറയാൻ പറ്റും ദിസ് റിലേഷൻ ഈസ് ഓൾസോ നോട്ട് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്ത ഏകദേശം എല്ലാ റിലേഷൻസും ഇക്വലൻസ് റിലേഷൻ അല്ലായിരുന്നു. 3 റിലേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ആ റിലേഷൻസ് ഒന്നും നമ്മളിവിടെ ഇക്വലൻസ് റിലേഷൻ അല്ലാത്ത റിലേഷൻസ് ആണ്. ഇത് സ്പെഷ്യൽ കേസുകളാണ്. നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളുക. ബാക്കി എക്സസൈസിലെ പ്രോബ്ലംസ് പിന്നീട് പല പല സമയത്തായിട്ട് ഇടുന്നതായിരിക്കും. ഇതിനുശേഷം അടുത്ത സെക്ഷനിൽ ഞാൻ വരുന്നത് ഈ സെക്ഷനിൽ നിന്ന്, ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടായിരിക്കും. ഓക്കെ, ബൈ.